വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക ഫാർമസിസ്റ്റ് നിയമനങ്ങൾ വിവാദത്തിലേക്ക്. ജൂലൈ 3 നടന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടാണ് പുതിയ ആരോപണങ്ങൾ ഉയരുന്നത്. ഒരേ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരേ തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്ന ജീവനക്കാർക്ക് വ്യത്യസ്ത ദിവസവേതനം നിശ്ചയിച്ചെന്നാണ് പ്രധാന പരാതി. LSGD ഫണ്ടിൽ നിന്ന് നിയമനം ലഭിക്കുന്നവർക്ക് 980 രൂപ ദിവസവേതനം അനുവദിക്കുമ്പോൾ HMC ഫണ്ടിൽ നിന്ന് നിയമിക്കപ്പെടുന്ന ഫാർമസിസ്റ്റുകൾക്ക് 550 രൂപ മാത്രമാണ് നൽകുന്നതെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം. സർക്കാർ നിലവിൽ താൽക്കാലിക ഫാർമസിസ്റ്റുകൾക്ക് 950 രൂപ ദിവസവേതനം നൽകണമെന്ന വ്യവസ്ഥ നിലനിൽക്കുകയാണിതെന്നും ആശുപത്രി അധികൃതർ വേതനത്തിൽ വിവേചനം കാണിക്കുകയാണെന്നും ഉദ്യോഗാർത്ഥികളും സംഘടനകളും ആരോപിക്കുന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് നിലവിലെ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതായും പുതിയ അഭിമുഖം നടത്തുമെന്നും ഫാർമസി സ്റ്റോർ ഇൻചാർജ് ഔദ്യോഗിക ഗ്രൂപ്പുകളിലൂടെ അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് അതേ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ വീണ്ടും നിയമനം നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ആക്ഷേപം. കുറഞ്ഞ ദിവസവേതനത്തിൽ ജോലി ചെയ്യാൻ തയ്യാറാകാത്ത ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കി തങ്ങൾക്ക് അനുകൂലമായവരെ ഉൾപ്പെടുത്താനാണ് ശ്രമമെന്നാണ് പരാതിക്കാരുടെ ആരോപണം. തൊട്ടടുത്ത് PSC റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടായിട്ടും ചിലരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ മൂലമാണ് സ്ഥിര നിയമനം നടക്കാതെ പോകുന്നതെന്ന് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി PV നുഫൈൽ ആരോപിച്ചു. കാലാകാലങ്ങളായി വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റുകളെ, താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്ന ഫാർമസിസ്റ്റുകളെ പ്രശ്നങ്ങൾ എന്നും ഉയർന്നു വരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് 3/7/2026 ഇവിടെ ഒരു ഇന്റർവ്യൂ നടക്കുകയുണ്ടായി താലൂക്ക് ഹോസ്പിറ്റലിൽ. അതുപ്രകാരം ഒരു റാങ്ക് ലിസ്റ്റ് ഇടുകയും ചെയ്തു. പക്ഷേ ഒരേ സമയം ഇതേ റാങ്ക് ലിസ്റ്റിൽ നിയമിക്കുന്ന LSGD സ്റ്റാഫിന് 950 രൂപ ദിവസവേതനം പറയുകയും അതേ ജോലി എടുക്കുന്ന HMC സ്റ്റാഫിന്, ഇവ രണ്ടുപേരെയും അതേ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് പരിഗണിക്കുക എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അതേ HMC സ്റ്റാഫിന് 600 രൂപയാണ് 550 രൂപയാണ് തീരുമാനിച്ചിരുന്നത്. ഒരേ ജോലി എടുക്കുന്ന രണ്ടു പേർക്ക് വ്യത്യസ്ത സാലറി എന്നുള്ളത് തന്നെ പല നിയമവശങ്ങളും അവർ പറയുന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു ആക്ഷേപം വളരെ വ്യക്തമായി നമ്മൾ അന്ന് തന്നെ ഭരണസമിതിയെയും താലൂക്ക് ഹോസ്പിറ്റൽ ഉദ്യോഗസ്ഥരെ അറിയിച്ചതാണ്. പക്ഷേ അത് ചെവി കൊള്ളാതെ അവർ അതിൽ നിന്ന് നിയമിക്കുക എന്നുള്ള തീരുമാനം ഉണ്ടായി. പിന്നീട് കഴിഞ്ഞ വെള്ളിയാഴ്ച കൂടിയ ഒരു മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച വൈകുന്നേരം താലൂക്ക് ഹോസ്പിറ്റലിലെ ഫാർമസി സ്റ്റോർ ഇൻചാർജ് ഔദ്യോഗികമായി ഈ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യുകയാണെന്നും പുതിയ ഇന്റർവ്യൂ വിളിക്കുന്നു, നിലവിൽ നടന്ന ഇന്റർവ്യൂ അതുമായി ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റൊക്കെ ക്യാൻസൽ ചെയ്തു എന്ന് വാട്സപ്പ് വഴി അറിയിക്കണ്ടായി. താലൂക്ക് ഹോസ്പിറ്റലിലെ പല ഗ്രൂപ്പുകളിലും അദ്ദേഹം അത് വൈകുന്നേരത്തോടുകൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് ഇന്റർവ്യൂ പങ്കെടുത്ത ഒരുപാട് ആളുകൾക്ക് അത് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇന്നലെ തൊട്ട് ഇതേ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആളെ നിയമിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. പല ആളുകളും സാലറിയുടെ കാര്യത്തിൽ ആക്ഷേപം കാണിക്കുകയും കുറഞ്ഞ സാലറിക്ക് ജോലി ചെയ്യില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ആ റാങ്ക് ലിസ്റ്റിൽ തന്നെ പിന്നീട് ആളെ നിയമിക്കാനുള്ള ഒരു ശ്രമം, നിയമിച്ചു എന്നാണ് അറിഞ്ഞത്, നിയമിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയതായി സംഘടന അറിയിച്ചു. നിയമത്തിലെ ക്രമക്കേടുകൾക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ വ്യക്തമാക്കി. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.